ഗൈസ്, വെൽക്കം ടു മൈ ഈവനിങ് റുട്ടീൻ വീഡിയോ. അപ്പം ഞാൻ ഇന്നൊരു ഈവനിങ് റുട്ടീനാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ റൂം ടൂർ വീഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഇൻ മൈ റൂം ഈസ് മൈ സ്റ്റഡി ടേബിൾ. ഞാനപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ഒരു ഹാപ്പി മൊമെൻറ്റ്സൊക്കെ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ട് ഞാൻ ഇന്നത്തെ പലതരം ഹാപ്പിനെസ്സും ഹാപ്പി മൊമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ ലീവായിരുന്നു ബിക്കോസ് ഓഫ് ദി എഡ്യൂക്കേഷണൽ സ്ട്രൈക്ക്. സോ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഗ്രാൻഡ് മദേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും സാഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയറി റൈറ്റിംഗ്. ഞാൻ എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും ചെയ്യുന്ന ഒരു സംഭവമാണ് ഡയറി റൈറ്റിംഗ്. ഏകദേശം തീരാറായിട്ടുണ്ട്. കാരണം ഇങ്ങനെ എഴുതും വരുമ്പോൾ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഈ പേജസൊക്കെ ഫിനിഷായി കഴിയുമ്പോൾ അതെല്ലാം ഒരു റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റും എനിക്കുണ്ട്. ഇതുപോലെ ഫില്ലായിട്ടുള്ള കുറേ ഡയറീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫിനിഷ് ചെയ്തു. അപ്പോഴാണ് ഞാനൊരു സംഭവം ശ്രദ്ധിച്ചത്. ഈ ഒരു പെൻ ജസ്റ്റ് ഒന്ന് പെൻസിൽ. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ത്രൂ ഹർ ക്രിയേറ്റിവിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പിങ്ക് പോങ് പെൻസിലിന്. ആൻഡ് എപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരുന്നാലും ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഡെസ്ക് ഓർഗനൈസിങ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ ഡയറിയൊക്കെ സെറ്റാക്കിയിട്ട് ഷെൽഫിലൊക്കെയാണ് വെക്കാറ്. ബട്ട് ഞാൻ ആ ഒരു ഡയറി മാത്രം എൻ്റെ ഡ്രോയറിലാണ് വെക്കുന്നത്, എൻ്റെ സ്റ്റഡി ടേബിളിലല്ല വെക്കുന്നത്. സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവസാനം ഞാൻ പോസ്റ്റേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്തപ്പോൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു പാറ്റേണിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു സ്പേസൊക്കെ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എത്ര ഫ്രീ ടൈം കിട്ടിയാലും ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഡെസ്ക് ഓർഗനൈസിങ്. സ്റ്റഡി ടേബിൾ ഓർഗനൈസിങ്. എനിക്ക് എപ്പോഴും ഡെസ്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന സംഭവം കൂടിയാണ് ഈ സ്റ്റഡി ടേബിൾ ഓർഗനൈസിങ്. കാരണം ഞാൻ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ സ്റ്റഡി ടേബിളിലാണ്. ആൻഡ് ഞാൻ ഇവിടെയുള്ള ഡയറീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു സെക്ഷനിലാണ് വെക്കുന്നത്, ഇതുപോലുള്ള ഡ്രോയേഴ്സിൽ. അങ്ങനെ ഡയറി അങ്ങോട്ട് സെറ്റ് ചെയ്തു. പിന്നെ എൻ്റെ പെൻ ഹോൾഡേഴ്സ് അവിടെ സെറ്റ് ചെയ്തു. ആൻഡ് ഇത് ഞാൻ കടൽ ക്ലൗഡ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആൻഡ് ജസ്റ്റ് ഒരു ഷോട്ട് കണ്ടു നോക്ക്. ആൻഡ് ഞാൻ അപ്പോൾ നോക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടത് എൻ്റെ ഒരു ഗ്ലൂ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ചോക്കോ പൈൻ്റെ ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഒരു ഓർഗനൈസർ. അപ്പോൾ അത് നല്ല പ്ലെയിനായിട്ട് ബ്ലാക്ക് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പെയിൻറ്റ്. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒരു പ്ലെയിനായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കവായി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും എൻ്റെ കയ്യിൽ വേറൊരു സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഗ്ലിറ്റിംഗ് സ്റ്റിക്കേഴ്സ് സ്റ്റാറിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഞാൻ ഏത് കളർ കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനായി. ആൻഡ് ലാസ്റ്റ് ഞാനൊരു ഒരു സിൽവർ കളർ കൊടുത്തു. അത് സെൻട്രലായിട്ട് സ്റ്റിക്ക് ചെയ്തപ്പം ആ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു സംഭവം മാറി. പ്രത്യേകിച്ചൊരു ഭംഗിയില്ലെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ക്യാമറയിലേക്കാളും. ആൻഡ് ഇറ്റ്സ് സ്റ്റഡി ടൈം. എനിക്ക് കുറച്ച് മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ, അത് മാത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഹോം വർക്ക്സ് ഉണ്ടായിരുന്നു, മാത്സിലായിട്ട് തന്നെ ഹോംവർക്ക്. പിന്നെ ഇങ്ങനെ നോട്ട്ബുക്സിലും ടെക്സ്റ്റ് ബുക്സിലും ചെയ്തിട്ടുള്ളവരാരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഈ ഒരു ബോക്സാണ് വന്നത്. എൻ്റെ
ഐ തിങ്ക് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന പെൻസൊക്കെയാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന പെൻസ് യൂസ് ചെയ്യാറില്ല. എനിക്കതെന്തോ ഒരു മെമ്മറി ആയിട്ട് ഇതാക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബോക്സിൻ്റെ ആ ഒരു സൈഡിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 8 ഇയേഴ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ജേർണലിങ്, അതായത് എന്താ പറയുക, സ്ക്രാപ്പ് ബുക്കിംഗ് ആയിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പല പല സംഭവങ്ങൾ ആ ബോക്സിൻ്റെ ബാക്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല, മാറ്റണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോംവർക്കൊക്കെ എഴുതി കൊടുക്കണമായിരുന്നു. ആൻഡ് ഗൈസ്, ഇത് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജൂലൈ 16 മുതൽ മിഡ് ടേം എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം കാണില്ല. അതിൻ്റെ ടൈം ടേബിളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നോർമലി എനിക്ക് ഫസ്റ്റ് എക്സാം വരുന്ന ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇംഗ്ലീഷ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ജേർണലിങ്. ഞാൻ ഇപ്രാവശ്യം എപ്പോഴും എസ്തെറ്റിക് ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ക്യൂട്ടായിട്ട് നോക്കിയതാണ്. ബട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഹൗസ് ഇറ്റ്, എന്തെങ്കിലും ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ജേർണലിങ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ജേർണലിങ്. അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ജേർണലിംഗ് ആണ്. നോർമലി ഞാൻ ചെയ്യുന്നതിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആ ഒരു ജേർണലിങ്ങിനുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പിങ് പോങ് പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫ്ലഫി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ, ഇനഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒരു സ്പെഷ്യൽ സെക്ഷനിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഈ 2 സ്ലിംഗ് ബാഗ്സ് ഉണ്ട്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് നോർമലി ഞാനല്ല യൂസ് ചെയ്യുന്നത്, എൻ്റെ ഉമ്മയാണ്. ബട്ട് ഞാനും യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ആൻഡ് ഈ ഒരു യൂണിക്കോൺ തീം ഓക്കെ. ആൻഡ് ആ ഒരു തീമിൽ വരുന്ന ഒരു സ്ലൈഡ് ബാഗ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ബാഗാണ്. അതിന് അത്യാവശ്യം സ്പേസ് ഉണ്ട്, എന്നാലും കുറവാണ്. ഇത് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു പൗച്ചാണ് ഈ ഒരു യൂണിക്കോൺ ഡേഫർ ഉള്ളത്. ആൻഡ് മൈ ഡയറി, ഇത് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് ഇങ്ങനെ എപ്പോഴും പറയുന്നതാണ്. ഇതും ആ ഒരു പൗച്ചും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ്. ആൻഡ് ഈ ഒരു സെക്ഷനിലോട്ട് പുതിയതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പെൻസിലാണ് ഈ ഒരു പിങ് പോങ് പെൻസിൽ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.